നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രവൃത്തികളിൽ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും കരാറുകാരും തമ്മിൽ ഏകോപനം ഇല്ലായ്മയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്നും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി കുറ്റപ്പെടുത്തി. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിൽ ഉൾപ്പെടെ വലിയ അശാസ്ത്രീയതയാണ് നിലനിൽക്കുന്നതെന്നും ടി.പി. ഷാജി പ്രതികരിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് KRFBയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരത്തിന്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടൽ പ്രവൃത്തിയും നടന്നു വരുന്നുണ്ട്. ഈ പൈപ്പിടൽ പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇതിന്റെ പ്രവർത്തനത്തിൽ ഒരു ഏകോപനത്തിന്റെ ഒരു പോരായ്മ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് പല സമയത്തും. അതായത് 1.5 മീറ്റർ താഴ്ചയിലാണ് പൈപ്പിടൽ കരാറ് നൽകിയിട്ടുള്ളത്. അതേസമയം 80 സെന്റിമീറ്റർ താഴ്ചയിലാണ് ഡ്രെയിനേജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നക്ഷത്ര ഹോട്ടലിന് സമീപം 80 സെന്റിമീറ്റർ താഴ്ത്തുന്നതോടുകൂടി തന്നെ കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കാണാനിടയായിട്ടുണ്ട്. മാത്രമല്ല, പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ നേരത്തെ പൈപ്പിടലിന് നേതൃത്വം നൽകിയ വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ 1.5 മീറ്ററിന് പകരം 80 സെന്റിമീറ്ററിലാണ് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഡ്രെയിനേജിന്റെ അടിയിലാണ് പല ഭാഗത്തും പൈപ്പ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും കാരണവശാൽ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നാൽ ഒന്ന് ഡ്രെയിനേജ് പൊളിക്കേണ്ട ഒരു സാഹചര്യം, രണ്ടാമത് ഏതെങ്കിലും ഭാഗത്ത് ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജിൽ നിന്നുള്ള അഴുക്ക് വെള്ളം കുടിവെള്ളത്തിലേക്ക് കലരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അപ്പോൾ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് പട്ടാമ്പി നഗരത്തിലെ റോഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ആയതുകൊണ്ട് തന്നെ നഗരസഭ അതിൽ അടിയന്തരമായി ജില്ലാ കലക്ടറോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനോട് ഇതിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഈ കരാറുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് നഗരസഭയ്ക്ക്. തൃശൂർ മുണ്ടത്തിക്കോട് വൻ വെടിക്കെട്ട് അപകടം. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുരയിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. 3 പേർ മരിച്ചതായാണ് പ്രാഥമിക വിവരം. നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 2:30ക്കും 3 മണിക്കുമിടയിലാണ് സ്ഫോടനമുണ്ടായത്. 40ഓളം തൊഴിലാളികളായിരുന്നു എന്നാണ് കരുതുന്നത്. ഗുരുതര സാഹചര്യമാണ് അപകട സ്ഥലത്തുള്ളത്. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. തുടർ സ്ഫോടനങ്ങൾ നടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിനും പ്രതിസന്ധിയായി. നിരവധി ആംബുലൻസുകൾ സ്ഥലത്തെത്തി. തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനും പൂരം കഴിഞ്ഞുള്ള വെടിക്കെട്ടിനുമുള്ള കരിമരുന്നാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തി. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട വ്യാപാര സ്ഥാപനങ്ങളുടെ വാടക ഒഴിവാക്കി നൽകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ആവശ്യമുന്നയിച്ചുള്ള നിവേദനം നഗരസഭാ അധികൃതർക്ക് കൈമാറി. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പി നക്ഷത്ര റീജൻസിക്ക് സമീപമാണ് ഇപ്പോൾ അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നത്. നിലവിൽ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ച ഭാഗത്താണ് അഴുക്കുചാൽ നിർമ്മിക്കുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിയാണ് ഇവിടെ പ്രവർത്തികൾ നടത്തുന്നത്. ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. കുടിവെള്ളം വലിയ തോതിൽ പാഴാവുകയും ചെയ്തു. ഇതോടെ പല കുടുംബങ്ങളിലേക്കും കുടിവെള്ള വിതരണം മുടങ്ങുകയും ചെയ്തു. അശ്രദ്ധമായ നിർമ്മാണ പ്രവൃത്തികളാണ് പൈപ്പ് പൊട്ടാൻ കാരണമായതെന്ന ആക്ഷേപവും ഉയർന്നു. തുടർന്ന് ജീവനക്കാർ സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വാട്ടർ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് നഗരത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രവൃത്തികൾ നടക്കുന്നത്. കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ കുത്തിപ്പൊളിച്ചു മൂടിയ സ്ഥലത്തിലൂടെ തന്നെയാണ് അഴുക്കുചാലിന്റെ നിർമ്മാണവും നടക്കുന്നത്. വേണ്ടത്ര ആഴത്തിലല്ല കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചതെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. 1.5 മീറ്റർ താഴ്ചയിലാണ് പൈപ്പുകൾ സ്ഥാപിക്കേണ്ടത്. 80 സെന്റിമീറ്റർ താഴ്ചയിലാണ് ഡ്രെയിനേജ് നിർമ്മാണം നടത്തേണ്ടത്. എന്നാൽ പലയിടങ്ങളിലും വേണ്ടത്ര ആഴത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാത്തതിനാൽ ഡ്രെയിനേജിന് തൊട്ട് താഴെയായിട്ടാണ് പൈപ്പുകൾ വരുന്നത്. ഭാവിയിൽ പൈപ്പ് പൊട്ടിയാൽ ശരിയാക്കാൻ ഡ്രെയിനേജ് പൊളിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും. മാത്രമല്ല, കുടിവെള്ള പൈപ്പിലൂടെ മലിനജലം കലരുവാനും
ഇടയാകുമെന്ന ആക്ഷേപവും ഉയരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് ദ്വൈവാർഷിക തെരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗവും 40ാം വാർഷികാഘോഷവും കൂറ്റനാട് നടന്നു. ചടങ്ങിൽ കുടുംബസംഗമവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും സംഗീത വിരുന്നും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR ബാലൻ അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TP ഷക്കീർ റിപ്പോർട്ടും ട്രഷറർ TV സുധീർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. 40 വർഷം മുമ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് രൂപീകരണ കാലം മുതൽ യൂണിറ്റിൽ അംഗമായി പ്രവർത്തിക്കുകയും ഇപ്പോഴും വ്യാപാര രംഗത്ത് സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്ന മുതിർന്ന വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു. പുതുതായി ഭരണസമിതിയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് നിയന്ത്രിച്ചു. ജില്ലാ സെക്രട്ടറി V പ്രജിത്ത്, സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത്, തൃത്തല മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, ട്രഷറർ AK അബൂബക്കർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് KV റിയാസ്, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി രാധിക, വാർഡ് ലീഡർ PV ഉമർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണ വിതരണം നടന്നു. തുടർന്ന് കാലിക്കറ്റ് ഷാസ് മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും വ്യാപാരി കുടുംബാംഗങ്ങളും കുട്ടികളും അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. അടുത്ത 2 വർഷക്കാലത്തേക്ക് 2026-28 കാലയളവിലേക്ക് കൂറ്റനാട് യൂണിറ്റിൻ്റെ പ്രസിഡന്റായി ശ്രീ KR ബാലേട്ടനെയും ജനറൽ സെക്രട്ടറിയായി TP ഷക്കീറിനെയും ട്രഷററായി സുധീറിനെയും ജനറൽ ബോഡി യോഗം തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വാർഷികാഘോഷങ്ങളിൽ കഴിഞ്ഞ 40 വർഷക്കാലമായി ഈ യൂണിറ്റിന് നേതൃത്വം കൊടുക്കുകയും മുതിർന്ന വ്യാപാരികളുമായിട്ടുള്ള നേതാക്കളെയും വ്യാപാരികളെയും ആദരിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ ആഘോഷ പരിപാടികളാണ് ഇന്ന് ഇവിടെ ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. CCTVയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ CTech അക്കാദമിയിൽ നിന്നും വിജയകരമായി കോഴ്സ് പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. അധ്യാപകരായ നെറ്റ്വർക്ക് എഞ്ചിനീയർ ദൃശ്യ സുധാകരൻ, പ്രാക്ടിക്കൽ സെക്ഷൻ ഹെഡ് KC ജെയിംസ്, CCTV ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ, മാനേജർ PD സേവിയർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദേശത്തും സ്വദേശത്തും ഏറെ തൊഴിൽ സാധ്യതയുള്ള ഫൈബർ ഒപ്റ്റിക് ടെക്നോളജി ആൻഡ് ബ്രോഡ്ബാൻഡ് കോഴ്സിലാണ് CCTVയുടെ നേതൃത്വത്തിൽ മിതമായ നിരക്കിൽ പരിശീലനം ഒരുക്കുന്നത്. ത്രൈമാസ കോഴ്സിന് ശേഷം 1 മാസം പ്രായോഗിക പരിശീലനവും നൽകുന്നു എന്നതും പ്രത്യേകതയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ രംഗത്ത് അനിഷേധ്യമായ സാന്നിധ്യമായ CCTVയിൽ നിന്നും വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫൈബർ ഒപ്റ്റിക് ടെക്നോളജി ആൻഡ് ബ്രോഡ്ബാൻഡ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. താൽപര്യമുള്ളവർക്ക് CCTV ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വിളയൂർ പഞ്ചായത്തിലെ ചുണ്ടമ്പറ്റ നിമ്മിനിക്കുളം പ്രദേശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിന് ഇനിയും പരിഹാരമായില്ല. പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും തകർന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ നടപടിയില്ലാത്ത പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ്. വിളയൂർ പഞ്ചായത്തിലെ പലയിടങ്ങളിലും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയാണ്. വിളയൂർ നിമ്മിനിക്കുളം KP പള്ളിക്ക് സമീപം ആഴ്ചകളേറെയായി കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാക്കാൻ തുടങ്ങിയിട്ട്. തുടക്കത്തിൽ ചെറിയ തോതിലായിരുന്നു വെള്ളം പോയിരുന്നെങ്കിൽ ഇന്ന് വലിയ തോതിലാണ് ഇവിടെ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് പഞ്ചായത്തിലേക്ക് കുടിവെള്ള വിതരണം നടത്തുന്നുള്ളൂ. വേനൽ രൂക്ഷമായതോടെയാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ വേളയിലാണ് കുടിവെള്ളം ഈ വിധത്തിൽ ഇവിടെ പാഴായി പോകുന്നത്. പലതവണ ബന്ധപ്പെട്ടവരെ അധികൃതർ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളെല്ലാം കുടിവെള്ള ക്ഷാമത്തിലാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വിധത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. 15 ദിവസത്തോളമായി വിളയൂർ ചുണ്ടമ്പറ്റ റോഡിലെ നിമ്മിനിക്കുളത്ത് ഈ രൂപത്തിൽ കുടിവെള്ളം പാഴാകുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ആര് നന്നാക്കുമെന്നുള്ള തർക്കവും നിലനിൽക്കുന്നുണ്ട്. തകരുന്ന പൈപ്പുകൾ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ ജലവകുപ്പ് നിർദ്ദേശിക്കുന്ന തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നിലവിലെ ചട്ടം. പ്രധാന പൈപ്പുകൾ പൊട്ടിയാൽ മാത്രമേ ജലവകുപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തുകയുള്ളൂ. എന്നാൽ പാതയോരങ്ങളിലൂടെ കടന്നുപോകുന്ന പൈപ്പുകൾ പൊട്ടിയാൽ പ്രദേശത്തെ പല ഗുണഭോക്താക്കൾക്കും വെള്ളം ലഭ്യമാവില്ല. അതുകൊണ്ട് തന്നെ ആര് നന്നാക്കണമെന്നാണ് തർക്ക വിഷയം. ഗ്രാമപഞ്ചായത്തുകൾ ഇക്കാര്യങ്ങളിൽ നടപടി എടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ നിലവിൽ ജലവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈപ്പുകൾ പൊട്ടുന്നത് നന്നാക്കുവാൻ പഞ്ചായത്തിനും ഇടപെടാൻ കഴിയാത്ത സ്ഥിതിയാണ്. വേനൽ തുടങ്ങിയതോടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും വലിയ തോതിലാണ് ഉയരുന്നത്.
ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് ദേവാലയത്തിൽ വെക്കേഷൻ ബൈബിൾ ക്ലാസ് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി മേക്കാട്ടുകുളം രാജു, ട്രഷറർ ചെറുവത്തൂർ ബോബൻ, ഹെഡ് മിസ്ട്രസ് ആലീസ് ബാബു എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് തുടക്കം കുറിച്ച് ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടിനു ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ ഭഗവതിയെ ക്ഷേത്രത്തിന് ചുറ്റും നൂറുകണക്കിന് പറവെച്ച് ഭക്തർ സ്വീകരിച്ചു. ഏപ്രിൽ 27, 28 തീയതികളിലാണ് പൂരം ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് ദേശത്തട്ടാൻ ശശി താലിയും ദേശപ്പണിക്കർ ദിനേശൻ നൂലും സമർപ്പിച്ചതോടെ ഭഗവതി ആനപ്പുറത്തേറി കുളത്തിലേക്ക് ആറാട്ടിനെഴുന്നള്ളി. മേൽശാന്തി പള്ളിപ്പാട്ട് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ആറാട്ടിനു ശേഷം ഭഗവതി മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. ചൊവ്വാഴ്ച മുതൽ തട്ടകത്തെ പറയെടുപ്പ് ആരംഭിക്കും. കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിന്റെ നേർക്കാഴ്ച അവതരിപ്പിക്കുന്ന കാട്ടകാമ്പാൽ പൂരത്തിന് ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ദാരികന്റെ യുദ്ധപ്പുറപ്പാടിന്റെ ഭാഗമായി ഏപ്രിൽ 25 രാത്രി 3 കുതിരകളുമായി ചെറിയ കുതിരവേല ആഘോഷിക്കും. ഭഗവതിയുടെ പടപുറപ്പാടിന്റെ ഭാഗമായി വലിയ ഒറ്റ കുതിരയുമായി 26 രാത്രി വലിയ കുതിരവേലയും നടക്കും. പൂരദിവസമായ 27 വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവതിയെ വലിയ അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പാണ്ടിമേളം തുടങ്ങുന്നതോടെ ദാരികനും കാളിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തേരിലേറി മതിലകത്തേക്ക് പടനയിക്കുന്ന കാളിയും ദാരികനും ആദ്യം വാക്പോര് നടത്തും. കുപിതയായ കാളിയെ കണ്ടു പേടിച്ച് ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിൽ പകൽപൂരം സമാപിക്കും. 28 പുലർച്ചെ പാലക്കൽ കാവിലേക്ക് എഴുന്നള്ളുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി തേരിലേറുന്ന കാളിയും ദാരികനും ആദ്യം വാക്പോര് തുടങ്ങും. തന്നെ വധിക്കാനെത്തുന്ന കാളിയെ പേടിച്ച് ദാരികൻ ക്ഷേത്രത്തിനു സമീപം ഒളിച്ചിരിക്കും. ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി മടങ്ങുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.